ഹ്യൂമൻ ബോഡിയിൽ നിലകൊള്ളുന്ന 7 ചക്ര എന്തൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവും. ഇതൊക്കെ വർക്കാവോ, പ്രാവർത്തികമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയോട് അത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ ലാവിഷായിട്ട് ജീവിക്കുക, സ്വസ്ഥമായിരിക്കുക, ജോലി ചെയ്യുക, യാത്രകളിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇതിനെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഉത്തമോത്തമമായ എനർജി നൽകും. റൂട്ട് ചക്ര ബാലൻസ് ചെയ്താൽ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്ന അന്തരീക്ഷം സംഭവിക്കപ്പെടുന്നുണ്ട്. റൂട്ട് ചക്രയ്ക്ക് ഒരു നിറമുണ്ട്, റെഡ് കളർ. ഒരു ശബ്ദമുണ്ട്, ലം. ആ വൈബ്രേഷൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നത്. ജീവന്റെ അടിസ്ഥാനം എന്ന് നമ്മളതിനെ സൂചിപ്പിക്കുമ്പോൾ പോലും അതിൽ എന്തെല്ലാമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിനെ കണക്ട് ചെയ്യുന്ന ഘടകങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കി ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിൽ സൃഷ്ടി, സ്ഥിതി, സമാധി എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ സംഭവിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ജനിക്കപ്പെടുക, സർവൈവ് ചെയ്യുക, മരണപ്പെടുക. അതിലാണ് നമ്മൾ സൃഷ്ടി, സ്ഥിതി, സമാധി എന്ന് പറയുന്നത്. ഒരു ദിവസത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് സമാധിയിൽ നിന്നാണ് ഉണർന്നെഴുന്നേൽക്കുന്നത്. സൃഷ്ടി ചെയ്യപ്പെടുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റീവ് ലൈഫും പേഴ്സണൽ ലൈഫും കൂടി ചേർന്നത്. വീണ്ടും സ്ഥിതി ചെയ്യപ്പെട്ട ശേഷം സമാധിയിലേക്ക് പോകുന്നുണ്ട്. അല്ലേ? സൃഷ്ടിക്കപ്പെട്ടു, സ്ഥിതി ചെയ്തു, സമാധിയിലേക്ക് പോകുന്നു. എൻഡ് ഓഫ് ദ ഡേ എന്ത് റിസൾട്ടാണ് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞത്? അതെല്ലാം ഈ പറയുന്ന സമാധിയോട് അനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന കർമ്മയുടെ, അതായത് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മയുടെ എൻഡ് റിസൾട്ട് കൂടിയാണ്. ഓരോ ദിവസവും നമ്മളിൽ സംഭവിക്കപ്പെടുന്ന ഈ എൻഡ് റിസൾട്ട് പരിശോധിച്ച് വേണം നമ്മൾ മുന്നോട്ട് ഭാവിയെ നയിക്കാൻ. വളരെ വിശദമായി തന്നെ ചക്രാസിനെ കുറിച്ച് മനസ്സിലാക്കാം, പഠിക്കാം, ജീവിതത്തെ വളർത്തിയെടുക്കാം. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നോട് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഷാഹിദ ഷെയ്ഖ്, ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജിസ്റ്റ്.